ഓം ശ്രീനാരായണ പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്കാരം. ഗുരുശൽക്കം എന്ന കൃതിയെപ്പറ്റിയാണ് ഇന്നിവിടെ ഞാൻ വിശദമാക്കുന്നത്. ഈ ഗുരുശൽക്കം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദ്യത്തെ സന്യസ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളാണ്. ഈ ശിവലിംഗദാസ സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് കൊച്ചാപ്പി പിള്ള എന്നായിരുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരു മരുത്വാമലയിലെ തപസ്സിന് ശേഷം അരുവിപ്പുറത്ത് എത്തുകയും ഈ അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന ഒരു നാളിൽ ഭഗവാനെ കൊച്ചാപ്പിപ്പിള്ള ദർശിക്കുവാനിടയായി. കൊച്ചാപ്പിപ്പിള്ള കാലി മേയ്ക്കാനായിട്ട് ആ പ്രദേശത്തു കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഭഗവാനെ കാണാനിടയായത്. കണ്ട അവസരത്തിൽ തന്നെ കൊച്ചാപ്പിപ്പിള്ളയ്ക്ക് എന്തോ ഒരു ഇരുമ്പ് കാന്തത്തിലേക്ക് അടുക്കുന്നത് മാതിരി കൊച്ചാപ്പിപ്പിള്ളയ്ക്ക് വല്ലാത്ത ഒരു ആകർഷണം തോന്നുകയും കൊച്ചാപ്പിപ്പിള്ള ഈ ഗുരുവിനെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്തു. അങ്ങനെ പല ദിവസങ്ങളിലായി കൊച്ചാപ്പിപ്പിള്ള ആട് മേയ്ക്കാൻ വരുമ്പോൾ ഈ ഗുരുവിനെ കാണുവാനിടയായി. അപ്പോൾ ഒരു ദിവസം ഗുരു ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് അക്കരെ തന്നെ നോക്കി നിൽക്കുന്ന ഈ നെയ്യാറ് ഒഴുകുന്ന തീരത്താണ് ഈ അരുവിപ്പുറം എന്ന സ്ഥലം. ഈ ആറിന് അക്കരെ തന്നെ നോക്കി നിൽക്കുന്ന കൊച്ചു ബാലനെ ഭഗവാൻ കാണുവാനിടയായി. അപ്പോൾ കൈമാടി ആ ബാലനെ വിളിച്ചു. ആ ബാലന് ഒരു അഭ്യാസിയെപ്പോലെ പുഴ ചാടിക്കടന്ന് ഓടി ഗുരുവിൻ്റെ സവിധത്തിലെത്തി സാഷ്ടാംഗ പ്രണാമം നടത്തി. ഗുരു അപ്പോൾ കൊച്ചാപ്പി പിള്ളയോട് ചോദിച്ചു, നമുക്ക് വിശക്കുന്നുവല്ലോ, എന്തെങ്കിലും കഴിക്കുവാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. കൊച്ചാപ്പിപ്പിള്ള ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് വന്നതുപോലെ തന്നെ ആ പാറയൊക്കെ ചാടിക്കടന്ന് അരുവി അക്കരെ കയറി തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അവിടെ ചെന്ന് മരച്ചീനി ചുട്ടതും ശുദ്ധമായ ജലവും കുടിക്കാനായിട്ടും ഈ കൊച്ചാപ്പിപ്പിള്ള ഗുരുവിൻ്റെ സവിധത്തിൽ മടങ്ങിയെത്തി. ഗുരു ഈ മരച്ചീനി ചുട്ടത് തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതിന് ശേഷം ബാക്കി വന്നത് കൊച്ചാപ്പിപ്പിള്ളയ്ക്കും കൊടുത്തു. കൊച്ചാപ്പിപ്പിള്ള വളരെ ഭക്തി ആദരപൂർവ്വം ആ ഭക്ഷണം ഭക്ഷിക്കുകയുണ്ടായി. എന്നതിന് ശേഷം എല്ലാ ദിവസവും ഭഗവാന്റെ അടുത്ത് കൊച്ചാപ്പിപ്പിള്ള വരുവാൻ തുടങ്ങി. ഇങ്ങനെ വന്ന അവസരത്തിൽ കൊച്ചാപ്പിപ്പിള്ളയുടെ വീട്ടിൽ ഇതറിയുകയും വീട്ടുകാരെ കൊച്ചാപ്പിപ്പിള്ളയെ വഴക്ക് പറയുകയും ചെയ്തു. വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ വഴക്ക് പറഞ്ഞിട്ടും ഇനിയും സ്വാമീൻ്റെ അടുത്ത് പോവരുതെന്ന് പറഞ്ഞിട്ടും ആ ബാലന് അത് സമ്മതിച്ചില്ല. എനിക്ക് സ്വാമിയുടെ അടുത്ത് പോയേ തീരൂ എന്ന് ശഠിച്ച ആ ബാലനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഈ അവസരത്തിൽ നേരെ കൊച്ചാപ്പിപ്പിള്ള ഗുരുവിൻ്റെ സവിധത്തിലെത്തുകയും ഗുരുവിനോട് കൂടി അരുവിപ്പുറത്ത് വനത്തിൽ വസിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ദിവസം സന്ധ്യയിൽ ഗുരുവും കൊച്ചാപ്പിപ്പിള്ളയും കൂടി ഈ പുലിപ്പാറയുടെ മുകളിൽ ഇങ്ങനെ ധ്യാനനിമഗ്നനായിരിക്കുന്ന അവസരത്തിൽ ഇരുട്ട് വന്നു മൂടുകയും പ്രകാശം അണയുകയും ചെയ്തു. അപ്പോൾ ഗുരു കൊച്ചാപ്പിപ്പിള്ളയോട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ ഭയമുണ്ടോ? കൊച്ചാപ്പിപ്പിള്ള പറഞ്ഞു, തൃപ്പാദങ്ങൾ എൻ്റെ ഒപ്പം ഉള്ളപ്പം എനിക്ക് യാതൊരു ഭയവും ഇല്ല എന്ന് പറഞ്ഞ മാത്രയിൽ ഗുരുവിനെ കാണാതായി. കൊച്ചാപ്പിപ്പിള്ള അവിടെ എല്ലാം നോക്കി. അപ്പോൾ ഭഗവാനെ കാണുന്നേയില്ല. കൊച്ചാപ്പിപ്പിള്ളയ്ക്ക് അതിഭയങ്കരമായ ഭയം അനുഭവപ്പെട്ടു. അപ്പം എന്നെ വഞ്ചിച്ചുവല്ലോ, ഞാൻ ഇത്രയും സ്നേഹിച്ച എൻ്റെ സ്വാമി എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു മുരൾച്ച കേൾക്കുന്നു. പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ഒരു പുലി തന്നെ വിഴുങ്ങാനായിട്ട് ശ്രദ്ധിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. കൊച്ചാപ്പിപ്പിള്ള പേടിച്ച് കണ്ണുകൾ ഇറുക്കി പൂട്ടി അടച്ച്, ഞാൻ ഇത്രയും വിശ്വസിച്ച് എൻ്റെ ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ, എനിക്കിനി ശ്രീ പരമേശ്വരനല്ലാതെ ആരും തുണയില്ല എന്ന് പറഞ്ഞ് ഓം നമഃ ശിവായ എന്ന മന്ത്രം ചൊല്ലി ഗുരു ഭഗവാൻ പരമേശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനിച്ചിരുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം പരക്കുകയും ഈ പുലിയെ കാണാതാവുകയും ചെയ്തു. അപ്പം മെല്ലെ കൊച്ചാപ്പിപ്പിള്ള കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പ്രകാശ ഗോപുരത്തിന് നടുവിൽ നിൽക്കുന്ന ശ്രീ പരമേശ്വരനെയാണ് കാണുന്നത്. അപ്പോൾ
തന്നെ തൻ്റെ ഭഗവാൻ ഉപേക്ഷിച്ചു പോയപ്പോൾ ശ്രീ പരമേശ്വരൻ തനിക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞല്ലോ എന്ന് കരുതി കൊച്ചാപ്പിപ്പിള്ള ഓം നമഃശിവായ എന്ന് പറഞ്ഞ് താണ് തൊഴുതു. ഒന്നുകൂടി കൊച്ചാപ്പിപ്പിള്ള നോക്കിയപ്പോൾ ഈ പ്രകാശത്തിന് നടുവിൽ സാക്ഷാൽ സ്വാമി തൃപ്പാദങ്ങൾ കാരുണ്യവർഷം ചൊരിഞ്ഞുകൊണ്ട് അനുകമ്പയോടുകൂടി ചിരിച്ച് തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഇങ്ങനെ മാറി മാറി ശിവസ്വരൂപവും ഗുരുസ്വരൂപവും അനുഭവിച്ചറിയാനിടയായ കൊച്ചാപ്പിപ്പിള്ളയ്ക്ക് മനസ്സിലായി ഗുരുവും ശ്രീ പരമേശ്വരനും ഒന്നാണെന്ന്. ഇങ്ങനെ ഈ ഭാവത്തെ കണ്ടറിഞ്ഞ് രചിച്ച കൃതിയാണ് ഗുരുശൽക്കം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.